35 കിലോമീറ്റർ ചുറ്റുള്ള ഇത്രയും സംഭവം നടന്നിട്ട് കക്ഷി തന്നെ ഒരാൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട് ദുരൂഹതകളും പ്രശ്നങ്ങളും നമുക്ക് കാണാം. നാട്ടുകാരെന്ന പോലെക്ക് നമുക്ക് സംശയമുണ്ട്. തീർച്ചയായും അത് ഇത് എല്ലാം കഴിഞ്ഞോട്ടെ, ഇതൊന്ന് കെട്ടണം കട്ടെ, നമുക്കതിൻ്റെ ചുരുളഴിഞ്ഞേ മതിയാവും. പക്ഷേ ഇത് ഇന്നലെ രാവിലെയാണോ കുട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? അതെ, ഇന്നലെ ഉച്ചയ്ക്ക് ട്യൂഷന് പോയതാണ് കുട്ടി. ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ട്. ട്യൂഷൻ എടുക്കാൻ പോയതാണ്. ആ സമയം 3 മണിക്ക് ശേഷമുള്ള സമയമാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. 6 മണിയോടുകൂടിയാണ് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയാണ് ചെയ്തത്. ഇത് അവൻ ചെന്ന് പറയുമ്പോഴാണ് ഈ 3 സ്ഥലങ്ങളിലെയും കൊലപാതകം അതാത് പോലീസ് സ്റ്റേഷൻ അറിയിക്കുന്നത്. അപ്പോഴും പോലീസ് ഈ പേരുവരെ വരുമ്പോഴും 2 മൃതദേഹങ്ങളാണ് അവർ കാണുന്നത്. അപ്പോൾ അവിടെയുള്ള നാട്ടുകാരും പറഞ്ഞു 2 പേരേ ഈ വീട്ടിലുള്ളൂ, ഇനി മറ്റൊരാളില്ല. അപ്പോൾ പോലീസ് പറഞ്ഞു അവൻ 3 പേരുടെ പേര് പറഞ്ഞിരിക്കുന്നത്. 2ാമത്തെ നിലയിൽ കയറുമ്പോഴാണ് ഈ കുട്ടിയെ ഇങ്ങനെ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. നമ്മൾ ഈ എസ്എൽപുരത്തെ വിളിച്ച് പറയുമ്പോൾ ഇങ്ങനെ പോലീസ് റിപ്പോർട്ട് തന്നിട്ടുണ്ട്, അവിടെ 2 കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവരാരും അറിഞ്ഞിട്ടില്ല, അവരത് വിശ്വസിക്കുന്നുമില്ല. അവരുള്ളത് താഴെ അങ്ങോട്ടൊരു സ്ത്രീ എങ്ങനെ ബാത്റൂമിൽ സ്ലിപ്പ് ചെയ്ത് വീണ് മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് അറിഞ്ഞു. അതല്ല സത്യം, അത് മൊഴിയുണ്ട്. പോലീസ് ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർ വിശ്വസിച്ചത്. വീടിൻ്റെ തൊട്ടടുത്ത് 3ാമത്തെ വീട്ടിൽ നടന്ന മരണം അവരാരും അറിഞ്ഞിട്ടില്ല. ഇവിടെ ഇത്രയും പേരെ ക്രൂരമായിട്ട് കൊല്ലുമ്പോൾ നിലവിളി പോലും കേട്ടില്ലെന്ന് പറയുന്നത്. മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു 8 മണിവരെയും 8-8:30 മണിവരെയും ഈ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. ഞാനവിടെ പോകുമ്പോഴത്തേക്കും നമ്മുടെ സുഹൃത്ത് അവിടെ ഗോകുലത്തെ ജോലി എടുക്കുന്ന പറയുന്നത് അവനാണ് ഒരു സംശയം പ്രകടിപ്പിക്കുകയും ഞാൻ കയറി ഈ കുട്ടിയുടെ മൃതദേഹം കാണുമ്പോഴാണ് ഇത് തിരിച്ചറിയുന്നത്. അങ്ങനെ ഞാനാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് ബന്ധപ്പെടുകയും, കാരണം ഇവർ കുറച്ച് നാൾ എൻ്റെ വാർഡിൽ, ഞാൻ പഞ്ചായത്ത് മെമ്പർ എന്ന വാർഡിൽ താമസിച്ചിരുന്നു. അങ്ങനെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ ഞാൻ ബന്ധപ്പെടുകയും അദ്ദേഹം ഇവിടെ വന്ന് അന്വേഷിച്ചതിന് ശേഷമാണ് ഈ കുട്ടി ഇവിടെ ഇല്ലാത്ത വിവരം അറിയുകയും 8 മണിക്ക് ഹോസ്പിറ്റലിലേക്കാണ് ആ സമയം വരെ അറിഞ്ഞിട്ടില്ല. നിങ്ങളാണെന്ന് പറയുന്നത്. അതെ, 8 മണിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ബോഡി ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചറിയിക്കുകയാണ്. അങ്ങനെയാണ് അപ്പോഴാണ് അറിയുന്നത് തന്നെ വീട്ടുകാർ പോലും. ഈ വലിയ ന്യൂസും വാർത്ത വന്നിട്ട് പോലും അവർ നിങ്ങളെ കുട്ടിയാണ് എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ കൊലപാതകം ഏറ്റവും അതെ, എനിക്ക് ഞാൻ സംശയം വന്നു. എനിക്ക് ആ സംശയം ആ കുട്ടി അവിടെ താമസിക്കുന്നു. അതിനകത്ത് മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ കൊലപാതകങ്ങൾ നടക്കുമ്പോഴും, പേരുവല്ല നടക്കുന്ന ഈ കൊലപാതകം നടക്കുമ്പോഴും തൊട്ടടുത്തുള്ള വീട്ടുകാർ പോലും ഇത് കേട്ടില്ല, അറിഞ്ഞില്ല എന്നുള്ളത്. ഫ്രണ്ട് താമസിക്കുന്ന വളരെ ഗൗരവമാണ്. തൊട്ട് ഫ്രണ്ട് താമസം ഒരു നിലവിളി പോലും കേട്ടില്ല. അപ്പം ഏത് രീതിയിലാണ് അവൻ കൊല ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് അറിയാം. അവൻ പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള നിഗമനങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടൈം ലിമിറ്റും ഒരിക്കലും പറയുന്നതൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ഒരു കൊലപാതകം ചെയ്യുമ്പോൾ തന്നെ ഒരാളുടെ മനസ്സ് മടുക്കും. പക്ഷേ ഇത് 25 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടും അവന് മറ്റേ അതെ ഒന്ന് അടുത്തത് ചെയ്തിട്ട് തിരിച്ചു വരിക്കുന്നു. സ്വന്തം അനുജനെ കുഴിമന്തി വാങ്ങി കഴിച്ചിട്ട് വാ, ഞാൻ ആ വീട്ടിൽ അവിടെ ഉണ്ട്, കഴിച്ച് വന്നിട്ട് ഗേറ്റ് തുറന്നകത്ത് കയറി അത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഇതെല്ലാം തലയ്ക്കാണ്. എല്ലാം ചുറ്റിയ പക്ഷേ ചുറ്റിയാണെങ്കിൽ 3 പോയിന്റ് നെറ്റിയിൽ 3 ഒരു ഗണ്ണ് ഉപയോഗിച്ചതുപോലുള്ള നമുക്ക് തോന്നുന്നു. ഈ കുട്ടിയുടെ മുറിവ് പോലും അങ്ങനെയാണ് നമുക്ക് സംശയം തോന്നുന്നു. ആംബുലൻസിലെ ഡ്രൈവറും പറഞ്ഞു എനിക്കും അത് ഗൺ പോയിന്റ് ആണെന്ന് തോന്നിയത്. കാര്യം 3 കണ്ണുകൾ, നെറ്റിയിൽ 3 കുഴി. അതുപോലെ ഈ മാതാവിൻ്റെ ഷമി അവിടെ ഈ സൈഡിൽ നിന്ന് തുളച്ച് തലച്ചോറിൽ കയറിയിരിക്കുക. അപ്പോൾ അത് ചിറ്റികല്ലാണെങ്കിൽ അങ്ങനെ കയറും. അത് ഇവൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ശരി, താങ്ക് യു സാർ. സാറേ, ഇതിൻ്റെ ഇത് നേരത്തെ ഇവർക്ക് അറിയാമായിരുന്നോ ഇങ്ങനൊരു ബന്ധമുണ്ടായിരുന്നു? ചെറിയൊരു ഷെയർ ഇതിന് പറഞ്ഞിരുന്നെന്നുള്ളത്. അത് ഇത്രയും ഒരു ഭയാനകമായൊരു സംഭവം നടക്കുമെന്നോ, കൊച്ചുകുട്ടികളായതുകൊണ്ട് അവർ ചെറിയ എതിർപ്പൊക്കെ പ്രകടിപ്പിച്ചിട്ടുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇത് സ്നേഹിച്ചിട്ടാണല്ലോ പോയത്. സാധാരണ എതിർത്തിട്ട് പോകുമ്പോൾ പോവുകയും എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ്. കാരണം ഈ 4 പേരെ കൊല ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ കുട്ടിയെ സ്നേഹിച്ചു പിടിക്കുന്നത്, കുട്ടിയെ കൂടി ഇത് ചെയ്തതിലാണ് നമുക്കെല്ലാവർക്കും അതിനെ ജീവിക്കാനാണ് അതാണ് ആശങ്ക. വളരെ വളരെ ഇതായിപ്പോയി. വളരെ നന്നായി ആ കുട്ടിയെ നോക്കി എടുത്തൊരു കുട്ടിയാണ്, ട്യൂഷൻ എടുക്കുന്നു, നല്ലൊരു മാന്യമായി കഴിയുന്ന ഒരു കുടുംബം. ആ പയ്യൻ്റെ വീട്ടിനെ കുറിച്ചും അതാണ് അഭിപ്രായം. അങ്ങനെ കുഴപ്പക്കാരായിട്ടുള്ള ആളുകളൊന്നും അല്ലായിരുന്നു. ഈ മറ്റേ കുട്ടിയെ അവൻ്റെ അനുജനം ഉച്ചയ്ക്ക് അവൻ കുഴിമന്തിയൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടാണ് കൊണ്ടുവന്ന് ഇത് ചെയ്തിരിക്കുന്നത്. എന്താണ് ആ പയ്യന് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ചുരുളഴിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹമല്ല മയക്കുമരുന്നോ വല്ലതും ഉപയോഗിച്ചിരുന്നോ
എന്നുള്ളത്, നിരന്തരമായി ഇത് ഉപയോഗിക്കുന്ന ആളാണോ എന്ന് പോലും ഇപ്പോൾ സംശയിക്കേണ്ടി. ഇപ്പോൾ 75 ലക്ഷം രൂപയുടെ കടം എങ്ങാണ്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ 1 കോടി രൂപയ്ക്ക് മുകളിൽ വില കിട്ടുന്ന ഒരു വീടുണ്ട് അവർക്ക്. 75 ലക്ഷം രൂപയുടെ കടത്തിന് പ്രശ്നമില്ല. അയാൾ ഗൾഫിൽ പോയി ഉണ്ടാക്കിയ പൈസ ഉണ്ട്. കട വിറ്റാൽ തന്നെ തീരുന്ന വിഷയം. അല്ലെങ്കിൽ 75 ലക്ഷം രൂപ കടത്തിന് അതിനകത്ത് വീണ്ടും ദുരൂഹത. 75 ലക്ഷം രൂപ കടത്തിന് അവർ ആത്മഹത്യ ചെയ്ത പോലെ ബാക്കിയുള്ളവരെ പോയി കൊല്ലണോ? അതെ, ഇവിടെ അവിടെയാണ് ചോദ്യം. ഈ കുട്ടിയുടെ കൊല ചെയ്തവൻ്റെ അമ്മമ്മയെ, വലിയമ്മയെ, വലിയച്ഛനെ അങ്ങനെയാണ് കൊല ചെയ്തിരിക്കുന്നത്. കടബാധ്യതയെ അവർ ചെയ്താൽ പോലും. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ നിൽക്കുകയാണ്. ഈ ഒരു വിഷയം കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നീങ്ങാനായിട്ട്, ഈ അന്വേഷണമായിട്ട്. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് നമ്മളത് ഇവിടുത്തെ പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്ക് ഇതൊക്കെ അറിയേണ്ട ബാധ്യത ഈ സമൂഹത്തിനുണ്ട്, നാട്ടുകാർക്കുണ്ട്. അത് തീർച്ചയായും